ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ എല്ലാരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? കേൾക്കൂല, ഞാൻ മ്യൂട്ടാക്കിന്നല്ലേ. ശരി, എന്നാല് ഏർ ഇന്ന് ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ ക്ലാസ് ഒക്കെ നടന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു 3 ദിവസത്തെ പ്രോഗ്രാമിനൊക്കെ പോയി. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അന്നുണ്ടായ ഒരു അനുഭവമാണ്. ഏഹ് അപ്പൊ അതിൽ പങ്കെടുത്ത ഒരാൾ ഇതിലുണ്ട്. എങ്കിലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ 3 ദിവസത്തെ പ്രോഗ്രാമിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം ഒരു ദിവസം ഞങ്ങളെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഈ 4 ഗ്രൂപ്പാക്കി ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക്ക് കൊടുത്ത് അതിൽ ഞങ്ങളെ ഗ്രൂപ്പിന് തന്ന ടോപ്പിക്ക് കൈകൊണ്ട് ആക്ഷൻ ഇല്ലാതെ ഒരു ആക്സിഡന്റ് രംഗം വിവരിക്കണം എന്നതിന്. അപ്പൊ അതില് എനിക്ക് കിട്ടിയ റോള് ഒരു ഉമ്മന്റെ റോളാണ്. ഒരു ഇതില് അപ്പോ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഉമ്മ മകന് ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് എനിക്കുള്ള അതിലുള്ള സീന്. അപ്പൊ ഞാൻ എന്നെ ആ സമയത്ത് പോലും ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ലൈനായിട്ട് നിൽക്കുന്നതന്നെയാണ്. വിളിക്കുമ്പോൾ ഞാനത് ആ സമയം ചിരിച്ചുകൊണ്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് എത്താമെന്ന് ആ ഒരു ആക്സിഡന്റിന്റെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു പോയി. അപ്പോ ഇവര് പിന്നീട് ഇതുണ്ടാവുമല്ലോ, ഡിസ്കഷൻ ഉണ്ടാവും. നമ്മൾ ആ 4 ഗ്രൂപ്പിന്റെയും ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പേര് 2-3 പ്രാവശ്യം അവരില് ആവർത്തിച്ച് പറഞ്ഞു. ഉമ്മ ദുഃഖമില്ലാത്ത ഒരു അഭിനയാണ് അവിടെ ഉണ്ടായത്. ആക്സിഡന്റ് കേട്ടിട്ടും സന്തോഷാണ് ഉമ്മക്ക് ഫീൽ ചെയ്തതെന്ന് 2-3 ആള് പ്രത്യേകം പറഞ്ഞ്. അപ്പൊ ഞാനൊന്നും സംസാരിച്ചില്ല. പിന്നെ ക്ലാസ് മുന്നോട്ട് പോയപ്പോഴും ആ ക്ലാസ് എടുക്കുന്ന വ്യക്തിയും എന്തോ രീതിയിൽ ആ വിഷയം വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് ദുഃഖത്തിലും സന്തോഷം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ലൈഫിൽ ഇതേപോലെ യഥാർത്ഥ ലൈഫിൽ തന്നെ ഇത്തരം 2 അനുഭവങ്ങൾ വന്നപ്പോഴും ഞാൻ അവരോട്, ആ ടീച്ചറോ ആ മാമിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ലൈഫിലും ഇതുപോലെ 2 ദുഃഖകരമായിട്ടുള്ള റിയൽ ലൈഫിൽ വന്നിട്ടും ഞാൻ അതും ചിരിച്ചുകൊണ്ടാണ്, സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ നേരിട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര അത്ഭുതമായി. ഇങ്ങനെ ഞാൻ റിയൽ ലൈഫിലും ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞ് അഭിനയിക്കുകയാണെങ്കിൽ പോലും ദുഃഖത്തെ ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ പോയിന്റ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തും ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തത്. എനിക്ക് അഭിനയിക്കാൻ പോലും ദുഃഖം എനിക്ക് അഭിനയിക്കാൻ പോലും ഇഷ്ടമല്ല, സത്യം പറഞ്ഞാല്. അപ്പോൾ ആ സംഭവം പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ അത്ഭുതത്തോടെ നോക്കി, ക്ലാസ്സിലുള്ള ആളുകൾ. അപ്പൊ ഞാൻ ബാക്കിയും കൂടി വിശദീകരിച്ച് കൊടുത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ്, നമ്മളെ ലൈഫിൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ടത്. അല്ലാതെ സന്തോഷമുള്ള സമയത്ത് മാത്രമല്ല സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ ഇപ്പം ഓരോ വ്യക്തികൾക്കും ഓരോരുത്തരുടെ ലൈഫ് ബേസ് ചെയ്തുകൊണ്ട് പല അവസ്ഥകളാണ് ഉണ്ടാവല്. അപ്പൊ ഇത്തരം അവസ്ഥകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ വിൽ പവർ ഉയർത്തിക്കൊണ്ട് നമ്മളെ ജീവിതത്തെ നേരിടാൻ നമ്മൾ തയ്യാറാവേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ ഇത്തരം ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന്മേൽ ഇങ്ങനെ ദുഃഖിക്കാനും സങ്കടപ്പെടാനും പരാതികൾ പറയാനും അതിൻ്റെ ബാക്കിൽ തൂങ്ങിക്കൊണ്ട് സ്വന്തം ഉറക്കം നഷ്ടപ്പെടുത്തി സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോവാനാണ് പഠിച്ചത്. ആരാണ് നമ്മളെ ഇങ്ങനെ എല്ലാത്തിനും ദുഃഖിക്കണം എന്ന് പഠിപ്പിച്ചത് എന്നുള്ളൊരു സന്ദേശമാണ് അറിയാത്തത്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽക്കേ ഇപ്പം നമ്മളൊക്കെ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ ഒത്തു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒക്കെ നമ്മൾ പലതും പറഞ്ഞൊക്കെ ചിരിക്കും. ആ ചിരിക്കുന്ന സമയത്തൊക്കെ എന്ത് പറയും? ആ എന്താ, വല്ലാതെ ചിരിക്കണ്ട, നമുക്കിപ്പോൾ ദുഃഖിക്കേണ്ടി വരും, കരയേണ്ടി വരും. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ കേൾക്കണം. പൊതുവേ നമ്മൾ ഈ ദുഃഖത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളെ കേരളീയ ജനത അറിയാതെ ജീവിച്ചു പോരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വശം വളർന്നത് എന്നറിയില്ല. എന്നാലോ സന്തോഷിക്കേണ്ട ഒരു സന്ദർഭത്തിൽ മര്യാദയോട് സന്തോഷിക്കൂല, ആ സന്തോഷം മനസ്സിൽ സൂക്ഷിക്കൂല. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവന്റെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കൂല, സ്വന്തം സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കൂല. എന്നിട്ട്
എല്ലാ ഒരുവിധം കുടുംബങ്ങളിലൊക്കെ വലിയ വീടും എല്ലാം ഉണ്ടാവും. പക്ഷെ ഉള്ള് എല്ലാവരും ഇങ്ങനെ ദുഃഖത്തോട് കൂടിയുള്ള ഒരു അവസ്ഥ. അപ്പൊ ഏത് അവസ്ഥയിലും ഏത് പ്രതിസന്ധിയിലും മറ്റൊരാൾ നമ്മളെ വഴക്ക് പറയുകയാണെങ്കിലും എന്ത് രൂപത്തിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് നേരിടേണ്ടി വന്നാലും അവിടെയൊക്കെ നമുക്ക് മനസ്സിനെ സ്ട്രോങ് ആക്കിക്കൊണ്ട്, ആരൊക്കെയോ സലാം പറയുന്നുണ്ട്, വാലേക്കും സലാം റഹ്മത്തുള്ള. ആ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫ് വേറൊരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ കുട്ടിക്കാലം മുതൽക്കേ ഉള്ള പല ഇഷ്യൂസും നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. കാരണം നമ്മുടെ ചിന്തകളെ എങ്ങനെ നീക്കണം എന്നുള്ള ഒരു അറിവ്, ചിന്തകളെ ഏത് രൂപത്തിലൂടെ കൈകാര്യം ചെയ്യണം, ചിന്തകളാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിനെ ഈ രൂപത്തിലൂടെ മുന്നോട്ട് പോവേണ്ട ഒരു അവസ്ഥ. അപ്പൊ എനിക്കത്, ഞാൻ ആ സംഭവം പറഞ്ഞതിന് ശേഷം പിന്നീട് ലാസ്റ്റ് സമയത്തൊക്കെ പലരും എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ഒരുപാട് ഗുണപാഠം കിട്ടി, നല്ല ഒരു ക്ലാസ് ആണ് ലഭിച്ചത് എന്നൊക്കെയുള്ള അഭിപ്രായം കിട്ടിയപ്പോഴാണ് ഞാനും ഉദ്ദേശിച്ച് ഞാൻ ഈ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളിലേക്കും ഈ സന്ദേശം കൊടുക്കട്ടെ എന്ന്. കാരണം ഞാനത് അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ നിങ്ങളെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നല്ല ഞാൻ അതിലൂടെ. കാരണം നമുക്ക് ഈ പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കുമ്പോൾ പിന്നെ നമുക്കൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് ലഭിക്കുക. കാരണം ഈ 3 വർഷത്തിന് ശേഷം എനിക്ക് അങ്ങനെയാണ് എൻ്റെ ലൈഫ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ സൃഷ്ടാവിനെ പഴി പറയാനോ പഠിച്ചോൻ എന്തിനാ ഇങ്ങനത്തെ പരീക്ഷണം എനിക്ക് തന്നതെന്ന് ഒരു സെക്കൻഡ് പോലും ഞാൻ ചോദിച്ചില്ല. മനസ്സിനൊരു നിരാശ കൊടുക്കുന്ന, ദുഃഖം കൊടുക്കുന്ന, കാരണം അത്രയും ചിലവർക്കൊക്കെ അറിയാൻ മതി സംഭവങ്ങൾ, അത്രയും മനസ്സിനെ പിടിച്ചുലക്കണ ഭ്രാന്തായി പോകുന്ന അനുഭവമാണ് എൻ്റെയൊക്കെ ലൈഫിൽ വന്നത്. എന്നിട്ട് പോലും അത്തരം സന്ദർഭങ്ങളിൽ വരെ നമ്മുടെ മനസ്സിന്റെ സന്തോഷം കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ ഇത്തരം ഒരുപാട് കുടുംബങ്ങൾ തകരുന്നത് ഇത്തരം അനുഭവങ്ങൾ ലൈഫിൽ വരുമ്പോഴാണ്. അപ്പൊ എൻ്റെ ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ എൻ്റെതായ ഒരു മെന്റൽ പവർ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു ആപത്താണ് പിന്നെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ സംഭവം നടന്ന 3-ാമത്തെ ദിവസമാണ് എൻ്റെ 2-ാമത്തെ മകൻ പറയുന്നത്, ഉമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവാണ്, എന്നെ എവിടെങ്കിലും നിങ്ങൾ ആക്കിത്തരി. പിന്നെ എൻ്റെ ചെറിയ മകന് ആ രൂപത്തിൽ അവനും ഇതേപോലെ. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ പൊട്ടി പൊട്ടി നമ്മൾ തകർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എവിടുന്നാണ് ഇവർക്കൊക്കെ പിന്നെ സമാധാനം കിട്ടുക? അപ്പോൾ ഈ ഏതൊരു വ്യക്തിയും ഇനിയിപ്പം ആരുടെ മരണങ്ങളായാലും എന്ത് ആക്സിഡന്റ് ആയാലും മാരക രോഗങ്ങളായാലും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുമ്പോൾ അവിടെ നമ്മൾ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി ആ ഒരു മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നുണ്ടല്ലോ. ആരാ? സീനത്തിലെ തിരൂരാ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ മെന്റൽ പവർ സ്ട്രോങ് ആക്കി എൻ്റെ ഈ പ്രശ്നത്തെ ഞാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ അതിജയിക്കും എന്നുള്ള, പാലക്കാടാണല്ലേ, ഓക്കെ, എന്നുള്ള ആ ഒരു ശക്തമായ ഒരു തീരുമാനം നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വേറൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകും. നമ്മൾ സ്ട്രെസ്സിന് മരുന്ന് കുടിക്കേണ്ട ആവശ്യം വരൂല. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഈ പൊതുവേ നമ്മളെയൊക്കെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെടുക, ഡൈവേഴ്സ് ആവുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാരക രോഗങ്ങൾ ഉണ്ടാവുക, മരണങ്ങൾ സംഭവിക്കുക, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കല് മറ്റുള്ളവരുടെ താങ്ങും തണലും ആശ്വാസമുള്ള വാക്കുകളും ആയിരിക്കും. പക്ഷെ ഈ സൊസൈറ്റിയിൽ, ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നേർവിപരീതമായിക്കൊണ്ടുള്ള അനുഭവങ്ങളാണ് ലഭിക്കുക. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ പോകുന്ന ആളുകൾ അവനവന്റെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. മിനിയാന്ന് ഞാൻ ഓൺലൈനായിട്ട് കൗൺസിൽ ചെയ്യുമ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞതാണ്, ആ സഹോദരി നല്ല സ്ട്രോങ് ആയ മെന്റൽ ഹെൽത്ത് ഒക്കെ സ്ട്രോങ് ആയി നല്ല അവസ്ഥയിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ
എങ്ങനെയോ സ്ട്രെസ്സ് ഡിപ്രഷനിലേക്ക് പോവുകയും സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയിലേക്കും അതിന് കാരണമുണ്ട്. ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് ട്രോമയാണ് സംഭവം. പിന്നീട് ഒരു അനുഭവം ഉണ്ടായപ്പം അത് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് കൊണ്ട് കണക്ഷൻ ആവുകയും അതിൽ പേടിക്കുകയും ചെയ്ത് അങ്ങനെ മാരക രോഗങ്ങളും പല അസുഖങ്ങളും വന്നതാണ്. അതിലൂടെ പിന്നെ ഇങ്ങനെ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ആയി മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ ആവുമ്പോൾ നമ്മളെ കാണാൻ പലരും വരും. അപ്പൊ ആ സഹോദരിനോട് ഒരു ബന്ധു വന്ന സമയത്ത് ചോദിക്കുകയാണല്ലോ, ചാവാൻ പോലുള്ള ആരോഗ്യം എനിക്കില്ലല്ലോ. അപ്പൊ എന്നോട് പറയാണ്, ഇത്തരം വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സമൂഹത്തിൽ പുറമെ നല്ല സ്നേഹത്തോടെ നിൽക്കും, നമ്മളോട് 32 പല്ലും കാട്ടിയൊക്കെ ചിരിക്കും. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ എന്താണ് വേവുന്നത്, എന്താണ് ആശയം, എന്താണ് ചിന്ത എന്ന് നമുക്കറിയില്ല. നമ്മുടെ ദുഃഖത്തിൽ കൂടുതൽ സന്തോഷിക്കാനും കൂടുതൽ പരിഹസിക്കാനും കൂടുതൽ കുറ്റപ്പെടുത്താനുമാണോ നമ്മളെ അടുത്തേക്ക് വരുന്നത് എന്ന് പോലും നമുക്ക് അറിയൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം സ്ട്രോങ് ആക്കാൻ കഴിയുമോ അത്രയും പവറിനെ ഉയർത്തി ഏത് ദുഃഖത്തിലും എന്ത് സംഭവം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും ഏത് പ്രതിസന്ധികൾ വന്നാലും അവിടെയൊക്കെ സന്തോഷത്തെ കൈവിടാതെ മനസ്സമാധാനത്തെ കൂട്ടിപ്പിടിച്ച് ആത്മാഭിമാനത്തോടെ ഇതൊക്കെ ഞാൻ നല്ലോണം തരണം ചെയ്യും. ഈ സമയത്തൊക്കെ എന്നെ കളിയാക്കിയ കുറ്റപ്പെടുത്തിയ ഈ ഒന്നും ശരിയാവൂല, ഈ അങ്ങനത്തെ വ്യക്തിയാണ്, ഈ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളാണ് എന്ന് മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുടെയൊക്കെ മുന്നിൽ തീർച്ചയായും എനിക്കൊരു ദിവസം വരും. ആ ദിവസം ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കും എന്നുള്ള മൈൻഡിനെ സ്ട്രോങ് ആക്കി ഏത് പ്രതിസന്ധി എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ലൈഫ് അത് എൻ്റെ അവകാശം, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം അത് ഞാനാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ ഒരു രോഗത്തിനും അടിപ്പെടൂല. നമുക്ക് നല്ല സമാധാനമുള്ള അവസ്ഥയിലേക്ക് എത്തി വീണ്ടും വീണ്ടും കൂടുതൽ സന്തോഷമുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ട് നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. എന്നാൽ ഇത്തരം അനുഭവങ്ങൾ കാരണം ജീവിതത്തിന് രണ്ട് ഭാഗമുണ്ട്. ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഞാൻ അന്ന് ആ ക്ലാസ്സിൽ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ എന്നെ ഇതാക്കി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും കൂടി ഷെയർ ചെയ്യണം. കാരണം എല്ലാവരും എല്ലാ ക്ലാസ്സും ഒന്നും കേൾക്കൂലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീണ്ടും ഈ വിഷയം എടുത്തത്. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ട ഒരു തിയറി ഇതാണ്, യാഥാർത്ഥ്യബോധം. കാരണം എൻ്റെ ലൈഫ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടാണോ പ്രശ്നം, അല്ലെങ്കിൽ മാനസികമായിട്ടാണോ പ്രശ്നം, അല്ലെങ്കിൽ മറ്റുള്ള അയൽവാസികളോടാണോ, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണോ പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തുക. നമ്മളെ അവസ്ഥയെ തൊട്ടുള്ള ഒരു യാഥാർത്ഥ്യ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നിട്ട് ആ അവസ്ഥയിൽ നിന്നും ഉയരങ്ങളിലേക്ക് എനിക്കെത്തണം, താഴുകയല്ല. നമ്മളെ കളിയാക്കിയവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും ഒക്കെ മുന്നിൽ താന്നു കൊടുത്ത് കരയുന്നതല്ല നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ മുന്നോട്ട് നീങ്ങുന്നതാണ് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. കാരണം ഞാൻ ഫസ്റ്റ് കൗൺസിൽ ചെയ്ത സമയത്ത് ആ വ്യക്തിനെ ഹസ്ബൻഡ് റൂമിന്റെ ഉള്ളിലിട്ട് ദിവസങ്ങളോളം പൂട്ടിയിട്ടും പിന്നെ ഡോറ് തുറക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതെന്താ അവൾ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ ഇത് അവർക്ക് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത്, ഞാൻ നല്ല നല്ല ബുക്കുകളൊക്കെ വായിച്ച് എൻ്റെ മനസ്സിന്റെ സന്തോഷം നഷ്ടപ്പെടാതെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കലും, സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോവും. അതുകൊണ്ട് ഞാൻ എന്നെ കീപ്പ് ചെയ്യാൻ, ഞാൻ എൻ്റെ സന്തോഷത്തെ നിലനിർത്താൻ ഞാൻ സാധിച്ചു. അതിന് ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചത് കൊണ്ടാണ് ഏത് ഇരുട്ടറയിലിട്ടാലും പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ഹാപ്പിനെസ്സിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയണം. കാരണം രണ്ട് ഭാവമാണല്ലോ നമ്മുടെ ഉള്ളിലുള്ളത്, ഒന്ന് ദുഃഖം, ഒന്ന് സന്തോഷം, ഒന്ന് നിരാശ, ഒന്ന് പ്രതീക്ഷ. നല്ല ചിന്തകള്, മോശം ചിന്തകള്, എല്ലാം രണ്ടെണ്ണാണ്. അപ്പൊ നമ്മൾ ഏത് അവസ്ഥയെ മുൻകടക്കുന്നുവോ, നമ്മൾ നെഗറ്റീവിലേക്കാണ് മുൻകടന്നതെങ്കിൽ നമ്മുടെ ലൈഫ് പോയി.
നമ്മൾ സന്തോഷത്തിലേക്കാണ് മുൻകടന്നതെങ്കിൽ നമുക്ക് സമാധാനവും ഐശ്വര്യവും എല്ലാം നിലനിർത്തിക്കൊണ്ട് ലൈഫിനെ ഭംഗിയായി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അത് നമ്മളെ ഓരോരുത്തരുടെ കയ്യിലും ഇതിൻ്റെ കീ തന്നുകൊണ്ടാണ് സൃഷ്ടാവ് ഭൂമിയിലേക്ക് വിട്ടത്. ഈ രണ്ട് രൂപത്തിലും ജീവിക്കുവാനുള്ള എല്ലാം തന്നുകൊണ്ടാണ് സൃഷ്ടാവ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. ഏത് വേണം അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പറയും എൻ്റെ ഒരു പരീക്ഷണം, എന്തിനാണ് പടച്ചോൻ ഇങ്ങനെ എന്നെ ഭൂമിയിലേക്ക് വിട്ടത്, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനത്തെ ഒരു വിധി, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്. ഏജ് മുന്നോട്ട് പോകും തോറും ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ വരും. ഈ ചോദ്യം നമ്മൾ എണ്ണം കുറയലല്ല, ഏജ് മുന്നോട്ട് പോകുന്തോറും സംഭവിക്കുന്നത്. ഇപ്പോ ഓൾഡ് ഏജ് ഒക്കെ ആയ ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണ്ടി. എന്താന്നുള്ളത് നമുക്ക് ചുറ്റിലും ഉണ്ടാവുമല്ലോ, ഒരുപാട് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഉണ്ടാവും. എന്താണ് അവരുടെയൊക്കെ അവസ്ഥ? മനസ്സിന്റെ ഉള്ളിൽ സന്തോഷാണോ, സമാധാനാണോ, ദുഃഖാണോ, രോഗങ്ങളാണോ, പ്രയാസമാണോ എന്നുള്ളത് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവർക്കൊക്കെ നമ്മളെപ്പോലെ ഈ സമയമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ എനർജിയെ, സൃഷ്ടാവ് അനുഗ്രഹിച്ച് നൽകിയ ആത്മശക്തിയെ, കറക്റ്റാണ് മാം പറഞ്ഞത്, ഈ ആത്മശക്തിയെ എവിടെ നിർത്തണം എന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ആ പാവങ്ങളൊക്കെ ഇന്ന് ഈ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം അവര് നമ്മളെ ഏജ് ആയ സമയത്ത്, അല്ലെങ്കിൽ അവരെ 20-30 വയസ്സ് ടൈമില് അവർക്ക് മുന്നിലുള്ള പൂർവികര് ഇത്തരം ഒരു അവയർനെസ് കൊടുക്കാൻ ആരും തന്നെ ഉണ്ടായില്ല. എല്ലാവരും സ്വന്തം മക്കളെയും കുട്ടികളെയും കാര്യങ്ങൾ നോക്കി സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്തയില്ലാതെ. അതുകൊണ്ടാണ് കേരളം ഇത്രയും രോഗികളുടെയും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുടെയും ഒരു ഭൂമിയായിട്ട് മാറേണ്ടി വന്നത്. ഈ പ്രകൃതി ഭംഗി പോലും ആസ്വദിക്കാൻ കഴിയാതെ നമ്മളെല്ലാവരും ഉള്ളിൽ നീറി 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 ജീവിക്കുകയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഓരോ ജില്ലയിൽ നിന്നും വിളികളായിട്ടും ഓൺലൈനിൽ ഫീസ് അടച്ചിട്ട് ഗൂഗിൾ പേയിലൂടെ ഫീസ് അടച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ വീട് നോക്കുമ്പോൾ മുറ്റത്ത് വലിയ കാറുണ്ടാവും, വലിയ വീടായിരിക്കും, എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ, ജോലി എല്ലാം നേടാൻ കഴിഞ്ഞ ഒരു മനുഷ്യന് എന്തുകൊണ്ട് സ്വന്തം സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നമ്മളോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല അത്? അപ്പോൾ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളോട് ഞാൻ ഇങ്ങനെ പറയും, നമ്മൾ നമ്മുടെ സന്തോഷത്തെ കീപ്പ് ചെയ്യണം. അപ്പം ചിലവരൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കിത് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? അത് നിലനിർത്താൻ പറ്റിയിട്ടാണ് അങ്ങനത്തെ ഒരു അഭിനയത്തിൽ പോലും എനിക്ക് ദുഃഖം അഭിനയിക്കാൻ കഴിയാതിരുന്നത്. കാരണം ഞാൻ ഒരിക്കലും ദുഃഖത്തിന് ഒരു ഇത് കൊടുക്കൂല. ആദ്യമൊക്കെ ഞാൻ വേഗം കരയുന്ന ഒരാളേനി. ആരെങ്കിലും ഒരു മരണ വീട്ടിലൊക്കെ പോയാൽ, വേണ്ടപ്പെട്ട ആളുകളുടെയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ മരണം, ഡെഡ് ബോഡിയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ കരഞ്ഞു പോകും. ഇപ്പം എനിക്ക് ആ കരച്ചിലില്ല. ഇപ്പം മനസ്സിലായി, നമ്മൾ കരയുമ്പം, നമ്മൾ ദുഃഖിക്കുമ്പം, നമ്മൾ നിരാശപ്പെടുമ്പം നമ്മുടെ ഉള്ളിലുള്ള സൃഷ്ടാവ് തന്ന ആ ബ്ലെസ്സിങ്സിനെ, ആ മഹത്തായ എനർജിയെ നമ്മൾ കേടാക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞത് മുതൽ പിന്നെ ഞാൻ ഇതിനോട് വിട പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇസ്ലാം ആയാലും മറ്റു മതസ്ഥരൊക്കെ സന്തോഷത്തിന്, കാരണം നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത് സലാം പറയുന്നത്, അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. സന്തോഷമാണ് നിലനിൽക്കേണ്ടത്. സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ആകർഷണ സിദ്ധാന്തത്തിലൂടെ സന്തോഷമുള്ള അനുഭവങ്ങളിലേക്ക് പോവും. അറിയാതെ നമ്മൾ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ വീണ്ടും വീണ്ടും അത്തരം അനുഭവങ്ങൾ തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ മാത്രമാണ് ഇത്ര വലിയ അറിവ് കിട്ടുന്നത്. അൽഹംദുലില്ലാ. ജുമൈല, ജുമൈല എന്ന് വിളിച്ച വ്യക്തിയാണോ? കുറേ പേരുകളെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചു പോകുന്നത്. യെസ്. അപ്പോൾ ഇത്തരം അറിവ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇത് വിടുന്നുണ്ട്. പക്ഷേ പുതിയ ആളുകളൊന്നും അതൊന്നും കേൾക്കൂലല്ലോ. കുറേ വീഡിയോസ് ഉണ്ടാകുമ്പോൾ ഏതാ നിങ്ങൾ കേൾക്കുന്നത് വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സാന്ദർഭികമായി ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു അന്തരീക്ഷമാണ് ഓരോ വീടകങ്ങളിലുള്ളത്.
അമ്മായിമ്മക്ക് മരുമോളെ കണ്ടുകൂടാ, മരുമോൾക്ക് അമ്മായിമ്മനെ കണ്ടുകൂടാ, ഭർത്താവിനെ കണ്ടുകൂടാ, ഭാര്യനെ കണ്ടുകൂടാ, സഹോദരങ്ങളെ കണ്ടുകൂടാ. ആരും ആരെയും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലോ നല്ല ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വിമ്മിഷ്ടങ്ങളാണ് ഓരോ ഫാമിലിയിലും മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പൊ ഞാൻ ഡൈവോഴ്സ് ആവുകയെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ ഞാനും എൻ്റെ ഭർത്താവുമായിട്ടൊക്കെ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പഴിചാരുന്ന ഒരവസ്ഥയാണ് പൊതുവെ ഉണ്ടാവല്. ഈ ഡൈവോഴ്സായ ആളുകളൊക്കെ ചിന്തിക്കല് മറ്റുള്ളവര് ശരിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്വന്തം ഉള്ളിൽ ഒരുപാട് ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല. എന്നിട്ട് നമുക്ക് അറിവുള്ള പല ആളുകളുടെ അടുത്തേക്കും പോകും ഓരോ വിശ്വാസപ്രകാരം. അപ്പൊ അവരൊക്കെ നമ്മൾ കുടുംബങ്ങളിൽ ഒന്നും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തരും. അങ്ങക്ക് ആരോ ശത്രു ഉണ്ട് അറിയും. അപ്പോൾ ഈ ശത്രു ഉണ്ട് എന്ന് കേട്ട ആ വാക്ക് മതി പിന്നെ നമ്മൾ ആലോചിക്കാന്. ആര് നമ്മളെ പെരേക്ക് വന്നാലും പിന്നെ നമുക്ക് ശത്രുവായിട്ടാ ഫീൽ ചെയ്യല്. അയാൾ പറഞ്ഞ വ്യക്തി ഇയാളാണോ, ഇവരാണോ? പിന്നെ നമ്മളെ സമാധാനം തകരാനൊന്നും പിന്നെ എവിടെയും പോവണ്ട. പിന്നെ നമുക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യൂല എന്ത് കിട്ടിയാലും. അപ്പൊ നമ്മുടെ ഇത്തരം വിശ്വാസങ്ങളും ഇത്തരം സംഗതികളും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ വേണ്ടാത്തതുണ്ട്, വേണ്ടതുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത, നമ്മുടെ പ്രശ്നം ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകളാണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, എൻ്റെ ജീവിതം, ഞാൻ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് തിരിച്ചു പിടിക്കണം. എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം അത് എൻ്റെ മാത്രം അവകാശമാണ്. ഞാൻ രോഗിയായാൽ ആർക്കും നഷ്ടമല്ല, എൻ്റെ എണീച്ച് നടക്കാനുള്ള ആ ശേഷിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് പേടിയാണോ, എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം അത് നിങ്ങൾ വിലയിരുത്തുക. പേടിയാണോ, ഏതോ കുട്ടിക്കാലത്തൊക്കെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അലട്ടും. കുട്ടിക്കാലത്ത് എന്തെങ്കിലും ട്രോമയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം വരെയാണെങ്കിലും അത് നമ്മൾ അലട്ടും. കാരണം എനർജിയിലേക്ക് പിടിച്ചത് എന്താണോ അതാണ് വളരുന്നത്. ഇത്തരം അറിവൊന്നും നമ്മൾ എവിടുന്നും കേട്ടില്ല. ഇപ്പൊ ഒരുപാട് ജീവിതങ്ങൾ പഠിച്ചപ്പോൾ 3 വർഷത്തിലധികമായി ഇങ്ങനെ ഓരോ കുടുംബങ്ങളിലും എന്തുകൊണ്ടാണ് സമാധാനം സന്തോഷം തകരുന്നത്, എന്തുകൊണ്ട് സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ വ്യക്തികളെയും കുടുംബങ്ങളെയും പഠിച്ചപ്പോൾ കിട്ടിയ കണ്ടന്റാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നത്. എത്രമാത്രം കറക്റ്റാണ് മാഡത്തിന്റെ വിവരണം. അവന്റെ വീഡിയോസ് ഒന്നും ഈ കേൾക്കാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കുറെ ആളുകൾ അൽഹംദുലില്ലാ നല്ല ഇത് പറയുന്നുണ്ട്, അവസ്ഥകൾ ഓലെയൊക്കെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റി, ചിന്തകളെ മാറ്റി, ജീവിത രീതികൾ, ജീവിതത്തിൽ ഐശ്വര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊക്കെ അഭിപ്രായങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കാരണം, നമ്മൾ സന്തോഷിക്കാൻ മറന്നുപോയ ഒരു ജനതയായി നമ്മൾ മാറിയിട്ടുണ്ട്. എന്നാലോ നമുക്ക് ആശുപത്രിയിലേക്ക് ഓടാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ മരുന്ന് വാങ്ങി കഴിക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട് നമ്മൾ. ആരാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് എന്നുള്ളത് നമുക്കറിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സൊസൈറ്റി, ഇങ്ങനെയുള്ളൊരു സമൂഹം, സാമൂഹിക അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടു? ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾ എങ്ങനെയെന്നുള്ളത്? നമ്മളെ പോലെ ഇങ്ങനെ ആലോചിച്ചും പറഞ്ഞും കുത്തിയിരുന്ന് ചില കുട്ടികൾ ഇങ്ങനെ പെടുന്നുണ്ട് കേട്ടോ. കാരണം ചൈൽഡ്ഹുഡ് ട്രോമയോ അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് മാത്രമുള്ള ഫാമിലിയിലുള്ള കുട്ടികൾ ഇത്തരം നെഗറ്റീവ് വാക്കുകൾ ഉള്ളിലേക്ക് പോയി പോയി അറിയാതെ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ ഡള്ളാവുന്ന കുട്ടികളുണ്ട്. ഡൗൺ ആണ് എത്രയോ കുട്ടി, ഒരു വിഭാഗം അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഒരു 3/4 ഭാഗം പോലും കുട്ടികൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഗ്യാങ്ങിലൂടെ, പിയർ ഗ്രൂപ്പിലൂടെയൊക്കെ അവർ നന്നായി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മതപരമായിട്ടുള്ള പല അടിച്ചമർത്തലുകൾ, അതായത് രാവിലെ എണീക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾ. അത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് ചീത്ത സ്വഭാവം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇവരുടെ കൾച്ചറിന്റെ പ്രകാരം അവര് നമുക്കൊക്കെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, തള്ള വൈബ് തന്ത വൈബ് എന്ന് പറഞ്ഞുകൊണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ശൈലിയിലൂടെ നമ്മൾ സംസാരിക്കുമ്പം അവർ നമ്മളോട് പറയും നിങ്ങൾ തള്ള വൈബാണ് അല്ലെ തന്ത വൈബാണ് എന്ന് അറിയും.
ഏഹ് അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലൂടെയാണ് അവര് നമ്മളെ കാരണം ആ മക്കൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒന്നുകിൽ ആശുപത്രി പോവുമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും വഴക്കായിരിക്കും, അല്ലെങ്കിൽ ഡൈവോഴ്സിന്റെ പക്കത്തായിരിക്കും. ഇങ്ങനെ പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു ലോകമാണ് ഇപ്പോഴത്തെ മക്കൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു ജീവിത രീതി, സമാധാനമുള്ള ഒരു അവസ്ഥ, സന്തോഷമുള്ള ഒരു അവസ്ഥ ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ കുട്ടികൾ കാണുന്നില്ല. അതുകൊണ്ടാണ് അവര് കേരളത്തിൽ നിൽക്കാതെ വെസ്റ്റേൺ കൺട്രീസുകളിലേക്കൊക്കെ പോകുന്നതും. കോട്ടയം അങ്ങനത്തെ പോലുള്ള ജില്ലകളിലൊന്നും ഇങ്ങനത്തെ ചെക്കന്മാരില്ല എന്നാണ് കേട്ടത് വീടുകളിൽ. അപ്പൊ അവിടത്തേലൊക്കെ അവിടെ നമ്മളേലും പല പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത്. ഇനി നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ ആ രൂപത്തിലേക്കാവുമ്പോൾ, ഇതിന്റെയൊക്കെ വിപത്ത് നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമുക്ക് കെയറിങ് തരാൻ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നല്ലൊരു അവസ്ഥയിലേക്ക് തിരിച്ചു പിടിക്കണം. ഇതൊക്കെ നമ്മളിൽ വർക്ക് ചെയ്യുന്നത് രണ്ട് തരം ആണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് നെഗറ്റീവ് പോസിറ്റീവ്, നന്മ തിന്മ, സത്യം അസത്യം. അപ്പോൾ ഈ തിന്മയുടെ നെഗറ്റീവിന്റെ ഒരു ലോകമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതൽ അലയൊലികൾ ഉള്ളത്. കുടുംബങ്ങൾ എടുത്താലും, സാമ്പത്തിക മേഖല പരിശോധിച്ചാലും, ആരോഗ്യ മേഖല പരിശോധിച്ചാലും ഒക്കെ ഈ നെഗറ്റീവാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ നമ്മുടെ പൂർവികർ ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവരൊക്കെ തന്നെയാണ് ഇങ്ങനെ ദുഃഖം ഇപ്പൊ ഒരു പെൺകുട്ടി വീട്ടിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ അടിച്ചമർത്തിയോണ്ട് ആരാന്റെ വീട്ടിൽ പോവാനുള്ളതാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അപ്പോൾ ആ കുട്ടിക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു പേടിയാണ് ഉണ്ടാവുന്നത്. കാരണം വേറൊരു വീട്ടിലേക്ക് പോകണം, അവിടെ അമ്മായിമ്മ എന്നുള്ളൊക്കെ സങ്കല്പങ്ങൾ, ഇതൊക്കെ കേട്ട് കേട്ട് പിന്നെ ആ റോളിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവുകയും കൂടി ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്ത് ഒക്കെ തകർന്ന് തരിപ്പണായി സ്ട്രെസ്സിലേക്കും പള്ളയ കാഴ്ചയിലേക്കും ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ ഒരുവിധം വീടുകളിലൊക്കെ ഉള്ള സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഏതൊരു സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മക്കള് വളരെ കുറവായിരിക്കും. ആത്മവിശ്വാസത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി പെരുമാറുന്ന മക്കള് വളരെ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാതെ ദുഃഖത്തിന് പ്രാധാന്യം കൊടുത്തുപോയി. ദുഃഖത്തെ ആഘോഷിക്കാനാണ് നമ്മൾ പഠിച്ചു പോയത്, സന്തോഷത്തെ ആഘോഷിക്കാനല്ല, സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കാനല്ല. അപ്പൊ ഈ ദുഃഖവും നിരാശയും കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ അപ്പൊ അതിനനുസരിച്ചുള്ള കുടുംബങ്ങളാണ് ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാവുന്നത്. ഇനി നമ്മളൊക്കെ മറ്റുള്ളവരെന്തെങ്കിലും കുറ്റങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങൾ പരസ്പരം പഴിചാരി കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് ശരിയില്ല, അത് എന്തിനാണ് മറ്റുള്ളവരെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചു പോയാൽ ഇജ്ജൊക്കെ എന്നെ ഇപ്പൊ നന്നായി എന്ന് ചോദിക്കും. അതുപോലും പറയാനുള്ള ഒരു അവകാശ സ്വാതന്ത്ര്യം നമുക്കില്ല. അത്രയും അധപതിച്ച ഒരു ധാർമ്മികമായിട്ട് വാല്യൂസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഓരോരുത്തരുടെ മനസ്സുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മളെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളെ പോലെ തന്നെ പരിഹരിക്കാനുള്ള എല്ലാ കഴിവും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കത് അറിയൂല. നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലിട്ട് കൊണ്ട് നടന്ന് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകൾ കൊടുത്ത് ഉറക്കമില്ലാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നീങ്ങി ജീവിതത്തെ തകർക്കുക. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ, എന്തെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം അനുഭവങ്ങളെ പുറത്തേക്ക് കളയണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഇത്തരം ഇമോഷൻസിനെ, നെഗറ്റീവ് ഇമോഷൻസിനെ പുറത്തേക്ക് കളയുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സമാധാനം വരാൻ തുടങ്ങും. അറിയാതെ നമ്മളെ ഉള്ളിൽ സന്തോഷം ഫീൽ ചെയ്യും ഈ പാസ്റ്റ് ഇമോഷൻസിനെ മുഴുവനും കളയുമ്പോൾ.
അതിനാണ് ഞാനൊക്കെ 15 ദിവസത്തെ ക്ലാസ് ആയിട്ടും 3 ദിവസത്തെ ഹെൽത്തിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇനി മറ്റന്നാള് ഇൻഷാ അള്ളാ ആ 15 ദിവസത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 5-ാം തീയതി. അപ്പൊ ഇങ്ങനെ അവനവന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കണം, സമാധാനം കണ്ടെത്തണം, ജീവിതം തിരിച്ചു പിടിക്കണം, ആരോഗ്യം തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇമോഷൻസിനെ കളഞ്ഞ് പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു അനുഭവമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇന്നത്തെ കാലം നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവന്മാരാണ് ഒരർത്ഥത്തിൽ. കാരണം ഇത്തരം അറിവുകളും ഇതൊക്കെ വന്ന് ഒരുപാട് ആളുകൾ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനൊന്നും ഒരു മാറ്റം സംഭവിക്കണില്ല. മനസ്സ് ഇപ്പോഴും പണ്ടത്തെ ആ ഒരു അവസ്ഥയിലാണുള്ളത്. മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആവാതെ ഇപ്പോഴും പ്രശ്നങ്ങൾ മനസ്സിലിട്ട് കൊണ്ടു നടന്ന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു ലോകം സ്വീകരിച്ചുകൊണ്ട് പരിഹാരമില്ലാതെ ടെൻഷനും ദുഃഖങ്ങളും അധികരിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ കാലഘട്ടത്തിന്റെ പുരോഗതിക്കനുസരിച്ച് നമ്മുടെ ഉള്ളിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അത്രയും പിടിച്ചാൽ കിട്ടാത്തൊരു അവസ്ഥയിലേക്കാണ് ടെക്നിക്കലായിട്ട് IT മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോഴത്തെ തലമുറക്കനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ആവും. അതായത് നമ്മളെ അത് ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. നിങ്ങൾ തന്ത വൈബാണ്, തള്ള വൈബാണ്, നിങ്ങളെയൊന്നും പരിഗണിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തിയറിയിലേക്ക് നമ്മുടെ മക്കൾ എത്തും. അപ്പൊ അതുകൊണ്ട് അത്തരം അനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെ ലൈഫിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പാസ്റ്റ് ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും കളഞ്ഞ് നമ്മുടെ ചിന്തകളുടെ പാറ്റേൺ മാറ്റി എന്താണോ നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്താൻ കഴിയും. ആ രൂപത്തിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് സൃഷ്ടാവ് ഉള്ളിൽ തന്നത്. നമുക്ക് എന്ത് വേണമോ അത് നമുക്ക് നേടാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു ബാച്ചിൽ എന്താ രോഗത്തെക്കുറിച്ച് ഖുർആനിൽ എന്ത് പറയുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ. എൻ്റെ ജൂണിലെ ബാച്ചിന്റെ ഫീഡ്ബാക്കും ഉണ്ട്, ചെറിയ രൂപത്തിൽ ക്ലാസ്സും കൊടുത്തുണ്ട്. രോഗത്തെ പറ്റി ഖുർആനിൽ എന്ത് പറയുന്നു. അതിൽ ഒരു സഹോദരി 74 വയസ്സായ, 70 എന്നാണ് പറഞ്ഞത്, 74 വയസ്സുണ്ട്. എന്നാലും ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ വ്യക്തി ഇത്തരം തിരിച്ചറിവുകൾ കിട്ടി. ഇപ്പം ഹെൽത്തും വെൽത്തും എല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് അവരെന്നെയാണ് പറയുന്നത്, ഞാനല്ല. അപ്പൊ ഏത് അവസ്ഥയിലുള്ള അപ്പൊ അതിന്റെ മുന്നേ സത്യം പറഞ്ഞാൽ ആ സഹോദരി പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് അത്രയും ഉൾക്കൊള്ളാൻ പറ്റും. അതിന്റെ മുന്നേ ന്യൂറോൺസ് സെറ്റ് ആവും എന്നുള്ള ഒരു പഠനത്തിലൂടെ മാറ്റാൻ കഴിയൂല എന്നായിരുന്നു പലരും ഇങ്ങനെ ന്യൂറോൺസിനെ പറ്റി പറയുന്നതിൽ പറയുന്നുണ്ട്. നമ്മളെ ന്യൂറോൺസ് സെറ്റായി പോയാൽ ചിന്തകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മളെ ന്യൂറോൺസ് സെറ്റ് ആവുന്ന ബ്രെയിനിൽ ബ്രെയിൻ കോശങ്ങൾക്കാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അത് സെറ്റായി പോയാൽ മാറ്റണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് എന്ന് പലതിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സഹോദരിയുടെ വാക്കുകൾ ഏജ് ഒന്നും ഒരു പ്രശ്നവുമില്ല, നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായാൽ ഇന്ന് കയറിയില്ല അവര് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാം മാറ്റാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് ആ സഹോദരി ആ ഫീഡ്ബാക്കിലൂടെ തന്നത്. അത്രയും ഹെൽത്ത് ഇഷ്യൂസിലൂടെ ഒക്കെ പോയിട്ടും പല പ്രശ്നങ്ങളിലൂടെ പോയിട്ടും ഈ അറിവ് കിട്ടിയതിന് ശേഷം അവരുടെ ആരോഗ്യവും എല്ലാം അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നല്ലൊരു അവസ്ഥയിൽ കുറെ ആളുകൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇനി ഇതൊക്കെ കിട്ടിയ ആളുകൾക്ക് തന്നെയും ഒരു രഹസ്യമുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ, ആകർഷണ സിദ്ധാന്തം എന്ന രഹസ്യം. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും നമ്മളെ ലൈഫിനെ തിരിച്ചു പിടിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് വരുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഭൂമിയിൽ പ്രകൃതിയിൽ കാണുന്ന എല്ലാം രണ്ടാണെന്ന്. ആകാശം ഭൂമി, രാത്രി പകല്, സൂര്യൻ ചന്ദ്രൻ, സ്ത്രീ പുരുഷൻ, പക്ഷികളുടേതായാലും മൃഗങ്ങളുടേതായാലും ഒക്കെ ടിൻസ് ആയിക്കൊണ്ട്, അല്ല ഇങ്ങനെ ആണും പെണ്ണുമായിക്കൊണ്ട്, സോറി ടിൻസ് എന്നായിപ്പോയതാ, ആണും പെണ്ണുമായിക്കൊണ്ട് ഒക്കെ രണ്ടായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത്, പ്രകൃതിയിൽ മൊത്തം.
അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഉള്ളത്. നന്മയും തിന്മയും, പോസിറ്റീവും നെഗറ്റീവും. നമ്മൾ പോസിറ്റീവായാൽ പ്രപഞ്ച സൃഷ്ടാവുമായിട്ട്, അള്ളയുമായിട്ട് നമുക്ക് കണക്ഷൻ വന്നു. നമ്മൾ നെഗറ്റീവായാൽ ഉള്ളിലുള്ള പിശാചുമായിട്ട്, അങ്ങനെ ഒരു തലം ഉണ്ട് എന്ന് ഖുർആൻ തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭഗവത്ഗീതയിലും ബൈബിളിലും ഒക്കെ പറയുന്നുണ്ട്, ഷാത്താൻ, ഷെയ്ത്താൻ. അപ്പോൾ അതിലേക്ക് നമ്മളെ കണക്ഷൻ പോകും. പിന്നെ നമ്മൾ സ്വർഗം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും എന്തായിപ്പോവും? പാഴായി പോകുന്ന ഒരവസ്ഥയിലേക്ക്, അവസാനം അവിടെയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഇവിടെ തന്നെ, ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എനർജിയെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് അവയർനെസ് നന്നായി കിട്ടിക്കൊണ്ട്, അതിനാണ് അറിവ് നേടുക എന്ന് പ്രത്യേകം സൃഷ്ടികളോട് പറയുന്നത്. അറിവ് മാത്രമാണ്. ഒരുപാട് പണം ഉണ്ടാക്കി വിചാരിച്ച് നമുക്ക് ഈ സന്തോഷം സമാധാനം കിട്ടൂല. വലിയ വീടുണ്ടാക്കി എന്ന് വിചാരിച്ച് ഇത് കിട്ടൂല. വലിയ ഓടി കാറ്, അല്ലെ ബെൻസ് കാറ്, കോടിന്റെ കാറുകൾ വാങ്ങി വിചാരിച്ച് നമുക്കിത് കിട്ടൂല. ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് കിട്ടും. അതിന് 4 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, നമ്മളെ സ്നേഹിക്കണം. 2, നന്ദി പറയുന്ന മനസ്സുണ്ടാക്കണം. 3, മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കണം, പുറത്തു കൊടുക്കണം. 4, കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കണം മറ്റുള്ളവർ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ എനർജിയെ, പിന്നെ ചിന്തകൾ പോസിറ്റീവ് ആക്കണം. ഇങ്ങനെ ഇമോഷൻസിനെ പുറത്തേക്ക് കളയണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ എനർജിയെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ പലരും പറയും, ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും ഇങ്ങനെ സാധിച്ചിട്ടില്ല. അപ്പോൾ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവയർനെസ് കുറഞ്ഞത് കൊണ്ടാണ്. അവയർനെസ് നമുക്ക് ശരിക്ക് കിട്ടിയാൽ നമ്മൾ തന്നെ ബോധവാന്മാരാവും. ഞാൻ എന്നെ നശിപ്പിക്കൂല, ഞാൻ എന്നെ കഷ്ടപ്പെടുത്തൂല, ഞാൻ എന്നെ രോഗിയാക്കൂല, ഞാൻ സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിൽ ജീവിക്കൂല, ഞാൻ പണക്കാരനാവും, ഞാൻ ആരോഗ്യവാനാവും, ഞാൻ സന്തോഷവാനാവും, ഞാൻ സമാധാനമുള്ള ഒരു വ്യക്തിയായി മാറും എന്ന് ഉറച്ച തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയും. അതിനാണ് നമ്മളെ ഭൂമിക്ക് വിട്ടത്. പക്ഷെ നമ്മളറിയാതെ മറ്റേലേക്കാണ് പെട്ടുപോയത്. അപ്പൊ പെട്ടതിൽ നിന്നും നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് മാറണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. അതിനാണ് സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. അല്ലാതെ ആശുപത്രിയും രോഗങ്ങളും കഷ്ടപ്പാടും ദുഃഖങ്ങളുമായി മാത്രം ജീവിക്കാനല്ല, ഇങ്ങനെയും ജീവിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഉള്ളിലേക്ക് ചിന്ത കൊടുത്തുകൊണ്ട്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്രയാസത്തിലൂടെ പോകുന്നത് എന്ന സ്വന്തത്തോടുള്ള ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് മാറ്റം വരല്. ഞാൻ ആരാണ്, എവിടെ നിന്നാണ്, എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്നിങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ ലഭിക്കും. ഇങ്ങനെ എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യമുള്ള, സമാധാനമുള്ള, അനുഗ്രഹപൂർണമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവരും ശുഭചിന്തയും ശുഭപ്രതീക്ഷയും ശുഭചിന്തകളോട് കൂടി, ഏത് അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിലും അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട്, എൻ്റെ ജീവിത ലക്ഷ്യം സന്തോഷമാണ്, അത് ഞാൻ നേടിയെടുക്കും, അതിലേക്ക് ഞാൻ എത്തും. എൻ്റെ ജീവിത ലക്ഷ്യം ആരോഗ്യമാണ്, അത് ഞാൻ നേടും, അതിലേക്ക് ഞാൻ എത്തും എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തെ നിങ്ങൾ ധന്യമാക്കുക. അപ്പൊ ഈ പ്രോഗ്രാമിൽ, ഈ ക്ലാസ്സിൽ കയറാനുള്ള സന്മനസ് കാണിച്ചതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, മ്യൂട്ട് ഓഫ് ആക്കട്ടെ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ സംസാരം വരും, ഓഫ് ആക്കിയില്ലേല്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോടൊന്നും ചോദിക്കാതെന്നത്. എന്തേലും സംശയം ഉണ്ടോ?
അസ്സലാമു അലൈക്കും മുബീനത്ത. നല്ല പരിപാടി. നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. ആ ഞാൻ ഫുള്ള് ഞാൻ കേട്ടു, ഫുള്ള് കേട്ടു. ഞാൻ പള്ളിയിൽ പോകാതെ അവിടെ ഇരിക്കായിരുന്നു. ഞാൻ അതാ പറഞ്ഞത് അതിൽ അറ്റൻഡ് ചെയ്ത ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. നല്ല നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ആ ഏഹ് അപ്പൊ എനിക്ക് അന്ന് ഓരോരുത്തരെ ലാസ്റ്റ് മറുപടി തന്നപ്പോ ഞാൻ അപ്പൊ തീരുമാനിച്ചത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. പറയണമെന്നില്ല. ഉം. ആ, നല്ല 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 പരിപാടിയായിരുന്നു. ആ ഒരു എനർജി കിട്ടും നിങ്ങളെ ആ പ്രസംഗം എനർജി കേട്ടാല്. കിട്ടും. അപ്പൊ ആ ക്ലാസ്സിൽ ആ, ഈ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ, തീർച്ചയായും ഞാൻ എനിക്ക് ആ, ഗ്യാരണ്ടി തരാം എന്റെ ആ. പ്രശ്നം സോൾവ് ആവുന്ന അവസ്ഥയിലേക്ക് ആ. എത്തിക്കാൻ പറ്റും. ഞാന് ആദ്യം നാളെ ചെയ്താ പോരെ? ഓക്കെ. ഇതാക്കിയിട്ട് ഞാൻ എന്തായാലും ചേരുന്നുണ്ട് ഈ മാസം ആ അഞ്ചാം ആ തീയതി അഞ്ചാം കേട്ടോ. തീയതി നാളെ ഞാൻ ഗൂഗിൾ പേ ചെയ്തോ കേട്ടോ. ആ, ആ, ആ. ആയിക്കോട്ടെ. എന്നാ അതാണ് ശരി. ഞാൻ ആദ്യം ഇതാ. പറഞ്ഞ കേട്ട ഒരാളുണ്ട് എന്ന്. മുബീന മാം, ഓക്കെ. ഓ താങ്ക് യു സോ മച്ച്. ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ. നല്ല നല്ല പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാത്തത്. അതെ വേറുള്ളൊക്കെ സ്വർഗം നരകം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനും ഇതൊക്കെ ആക്കാനും കുറെ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് അതെ എത്താൻ പറ്റുന്നില്ല. മനസ്സിലായോ? അതെ അതെ അതെ. അതിന്റെ കണ്ടന്റ് ഇതൊക്കെയാണ്. ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലെ ഈ ക്ലാസ്സിൽ ഓരോ 15 ദിവസവും ഞാൻ ഈ രൂപത്തിലൂടെയാണ് മുന്നോട്ടേക്ക് നീങ്ങല്. ഇനി കാരണം ക്ലാസ് മാറണം. കേട്ടു. ഉം, ഉം, ഉം. ഇൻഷാ അല്ലാ. ഓക്കെ. ഇനി ആർക്കും താങ്ക് എന്താ യു സോ സംശയം ഉണ്ടോ? മച്ച്. നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് ഓക്കെ. ഒരുപാട് താങ്ക്സ്. ഏതായാലും നിങ്ങൾ ആ മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ലോ അത്രയും ദൂരം യാത്ര ചെയ്ത്. തീർച്ചയായിട്ടും ആ, ഉം. അൽഹംദുലില്ലാ. ഞാൻ ഒരുപാട് അതന്നെ അള്ളാഹുവിന് അങ്ങനെ പറയുമ്പോഴേ അതോടൊപ്പം നമുക്ക് നിങ്ങളോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഈ നന്ദിയുള്ള മനസ്സുകളാണ് ഇത്തരം ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. നമ്മളെ ലൈഫിന്റെ ഒരു മാനദണ്ഡമാണ് ഈ നന്ദി എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇതൊന്നും ഇങ്ങനത്തെ കുറെ വാല്യുബിൾ ആയത് നമ്മളോട് ആരും പറഞ്ഞു തന്നില്ല. നമ്മളോട് പറഞ്ഞ മുഴുവനും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും. അതെ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രെസ്സിലൂടെയും കുടുംബ പ്രശ്നങ്ങളിലൂടെയും ഒക്കെ നമ്മൾ നമ്മളെ തന്നെയാണ് ശരിക്കും നശിപ്പിക്കുന്നത്. കാരണം സന്തോഷം ആഗ്രഹിക്കാത്ത സമാധാനം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഭൂമിയിൽ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കി. ഇല്ലല്ല ഇല്ല ഇല്ല ഇല്ല. ഇല്ല. പക്ഷെ ആ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് പരാജയമാണെന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പൊ അതിലേക്കാണ് ഞാൻ ആദ്യം മാറിയതിന് ശേഷം എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. താങ്ക് യു മുബീന. വെൽക്കം. മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റിയത്. കാരണം എൻ്റെയൊക്കെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യും പടച്ചോനെ എന്ന് ആലോചിച്ച് കരഞ്ഞു കുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞങ്ങളോട് സംസാരിക്കൂല. ഞാൻ ഒരിക്കലുമില്ല. ഡിപ്രഷന് ഞാൻ ഡിപ്രഷന് മരുന്ന് കുടിക്കുന്ന ഒരാളായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവല്. അല്ലെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടാവും ഭ്രാന്തായിട്ട്. കാരണം ഞാൻ എൻ്റെ പശ്ചാത്തലങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അത്രയും പ്രശ്നങ്ങളിലൂടെ കുടുംബം പോണത്, എൻ്റെ ലൈഫ് പോണത്. അപ്പൊ ഈ മരണങ്ങൾക്കൊക്കെ ഓരോ കാരണങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ പിന്നെ ഒക്കെ വിധിയാന്ന് പറഞ്ഞ് പഠിച്ചതിനോട്, പക്ഷെ ഞാൻ വിധിയാണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ് എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഓരോ മരണങ്ങൾക്ക് പിന്നിലും ഓരോ കഥകളുണ്ട്. ഇന്ന് ഇതുപോലെ ഓൺലൈനായിട്ട് ഫീസ് അടച്ച ഒരു കേസിൽ ഒരു +2 പഠിക്കുന്ന കുട്ടീൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഉപ്പ 4-ാം വയസ്സിൽ മരണപ്പെട്ട് തന്നെ. അപ്പൊ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഓരോ മരണത്തിന്റെ പിന്നിലുള്ള കഥകളാണ് ഞാൻ ചോദിക്കല്. എന്ന് വെച്ചാൽ 4 ആളോട് പറയാനല്ല, ഇനിയുള്ള സമൂഹത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് എന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെ കുറച്ച് കട ഉണ്ടായിരുന്നു, ആരോടും പറഞ്ഞില്ല കടള്ള വിവരം. അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതാണ് എന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ മരണങ്ങൾക്ക് പിന്നിൽ ഓരോ കഥകളുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ബാക്ക് പോവേല. ഓല് മറവ് ഇത് കഴിഞ്ഞ് ഇതിൽ നിന്നൊന്നും ഗുണപാഠം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോവേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ടെൻഷനും ഒന്നിനും പരിഹാരമല്ല. മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കുക, പ്രശ്നത്തെ സന്തോഷത്തോടെ നേരിടുക, എന്നിട്ട് നമ്മളെ മോശമായി പെരുമാറിയവരുടെയൊക്കെ മുന്നിൽ അന്തസ്സോടെ മറുപടി ആയിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ഓഫാക്കുകയാണ്. പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോവും. അതാണല്ലോ ജീവിതമാണല്ലോ നമ്മളെ ടോപ്പിക്ക്. ഒരുപാട് നന്ദി. താങ്ക് യു. ജീവിതമാണ് നമ്മളെ ടോപ്പിക്ക്. അപ്പൊ പറഞ്ഞാൽ തീരൂല. ഞാൻ ഒരുപാട് പഠനങ്ങൾ നടത്തിയതുണ്ട്.
ഈ ലോ ഓഫ് അട്രാക്ഷൻ ശരിയാണോ, അല്ലെ എന്തുകൊണ്ട് ഇത്രയും കാലം ഇത്രയും കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് സമൂഹത്തെ നയിച്ച ആളുകളൊന്നും ഇത് നമ്മളോട് പറഞ്ഞില്ല. ഖുർആനിലും ഭഗവത്ഗീതയിലും ബൈബിളിലും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? അത് അറിയാത്തതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇത്തരം പ്രശ്നങ്ങളിലൂടെ പോണ്ടി വന്നത്. ഇത്തരം അറിവുകളൊക്കെ നമുക്ക് കുട്ടിക്കാലം മുതൽക്കേ കിട്ടിയിരുന്നെങ്കിൽ നമ്മളെയൊക്കെ ജീവിതം ലാവിഷായി ഹാപ്പിനെസ്സിലൂടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ എവിടെയോ നമുക്ക് തെറ്റ് പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്മാര് പ്രശ്നങ്ങളിലൂടെ പോവേണ്ടി വന്നത്. അപ്പൊ ഇത്തരം ക്ലാസ്സിലൂടെ ഈ 15 ദിവസത്തെ ക്ലാസ്സിലൂടെ ഇത്തരം അവയർനെസ് കൊടുത്തുകൊണ്ട് ഇമോഷൻസിനെ കളഞ്ഞുകൊണ്ട് ലൈഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആരാണ് അടുത്ത ബാച്ചിൽ കയറണം? മറ്റന്നാളുണ്ട് സീനത്തെ 5-ാം തീയതി കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ കയറാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളെ സന്തോഷത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഞാൻ അതിനനുസരിച്ചാണ് ആ ക്ലാസ്സുകൾ ഓരോന്നും സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ആരും നമുക്ക് സന്തോഷം സമാധാനം കൊണ്ടുവന്നു തരില്ല. അത് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഓക്കെ, എന്നാ ഞാൻ ഓഫാക്കട്ടെ. താങ്ക് യു എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയാണ്. ഇങ്ങനെ എന്തോ സംശയം? ഓക്കെ ഓക്കെ പിന്നെ സംശയമൊന്നുമില്ലല്ലോ? ഓഫാക്കുകയാണേ. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.